കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗികളെ സന്ദർശിക്കാൻ വീണ്ടും പാസ് ഏർപ്പെടുത്തിയതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ബിജെപി യുവമോർച്ച പ്രവർത്തകർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ ഓഫീസ് ഉപരോധിച്ചു. കോവിഡ് കാലത്ത് നിർത്തിവച്ച പാസ് 5 ഇരട്ടി വർദ്ധിപ്പിച്ചാണ് പുനഃസ്ഥാപിച്ചത്. രോഗികളെ സന്ദർശിക്കാൻ മണിക്കൂറിന് 50 രൂപ ഫീസ് ഏർപ്പെടുത്തിയ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകർ സൂപ്രണ്ട് ഓഫീസിന് മുന്നിൽ ഉപരോധം നടത്തി. ബിജെപി സിറ്റി അധ്യക്ഷൻ അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. വിഷയം ചർച്ച ചെയ്യാൻ സൂപ്രണ്ട് തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. 50 രൂപയാണ് പ്രവേശന ഫീസ് ആക്കിയത്. പാവപ്പെട്ട രോഗികളാണ് ഇവിടെ കിടക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീവട്ടിക്കൊള്ളയാണ്. സംശയമില്ല. ജനങ്ങൾ, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് അറിയാം. 5 ജില്ലകൾ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജാണത്. ഇവിടെ ഈ ദുരാവസ്ഥയ്ക്ക് കാരണമായ പിണറായി സർക്കാർ രാജിവെക്കുന്നത് വരെ യുവമോർച്ച പ്രതിഷേധം ഉണ്ടാകുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്. സാധാരണക്കാരെ പിഴിയുന്ന തീരുമാനം ഉടൻ പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് നീങ്ങുമെന്ന് അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു പറഞ്ഞു. രോഗികളെ കാണാൻ വരുന്നവർക്ക് സ്പെഷ്യൽ ഫീസ് എന്ന് പറഞ്ഞ് ഒരു മണിക്കൂറിന് 50 രൂപ. ഒരു മണിക്കൂർ ഇതിന്റെ ഉള്ളിൽ പോയി രോഗികളെ കണ്ട് തിരിച്ചു വരണം പോലും 50 രൂപ കൊടുക്കണം പോലും. ഒരു സർക്കാർ ആശുപത്രിയായത്. മലബാറിലെ ലക്ഷക്കണക്കിന് പാവപ്പെട്ടവരുടെ ആശ്രയ കേന്ദ്രത്തിൽ രോഗികളെ കാണാൻ വരുന്നവർ 50 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആ തീരുമാനം പിണറായി വിജയൻ മടക്കി ആ പേപ്പർ 4 ചുരുട്ടാക്കി അങ്ങ് പോക്കറ്റിലിട്ടാ മതി. ഇതൊന്നും അംഗീകരിക്കാൻ കോഴിക്കോട്ടെ പൊതുസമൂഹത്തിനാകില്ല. കോവിഡ് കാലത്ത് നിർത്തിയിരുന്ന ഫീസ് സമ്പ്രദായം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പുനഃസ്ഥാപിച്ചത്. മുമ്പ് 10 രൂപയായിരുന്നു ഈടാക്കിയിരുന്നത്. 50 രൂപയാണ് പുതുക്കിയ നിരക്ക്. വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെ OP ഗേറ്റ് വഴി മാത്രമാണ് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. അത്യാസന്ന നിലയിലുള്ള രോഗികളെ കാണാനാണ് പാസ്. ഡ്യൂട്ടിയിലുള്ള സുരക്ഷാ ജീവനക്കാരൻ രോഗിയുടെ സ്ഥിതി വിലയിരുത്തിയാണ് പാസ് അനുവദിക്കുന്നത്. സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന സാധാരണക്കാരെ ദ്രോഹിക്കുന്ന നടപടി അധികൃതർ ഉടൻ പിൻവലിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ജനം, കോഴിക്കോട്.